ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനകത്തു നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. 116 സങ്കീർത്തനത്തിന്റെ 8 വാക്യം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അപ്പം മരണത്തിൽ നിന്നും, കണ്ണുനീരിൽ നിന്നും, വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഈ ബൈബിൾ പഠിക്കുമ്പം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. നിങ്ങളുടെ ലൈഫ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതം ഒടുങ്ങിപ്പോകേണ്ട സാഹചര്യം എത്രയോ വട്ടം നമുക്ക് മുമ്പിൽ വന്നതാണ്. നമ്മൾ കഴിച്ച ആഹാരം പോയിസൺ ആകാമായിരുന്നു. നമ്മൾ ഓടിച്ച വാഹനം അല്ലെങ്കിൽ കയറിയ വാഹനം അപകടത്തിൽപ്പെടായിരുന്നു. പെട്ടെന്നൊരു രോഗം നിങ്ങളെ ബാധിക്കാമായിരുന്നു. പക്ഷേ ഇതൊന്നും വരാതെ നിന്റെ പ്രാണനെ അവൻ സൂക്ഷിക്കുക. നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എത്രയോ വട്ടം കണ്ണുനീരൊരുക്കിയ വിഷയത്തിനകത്ത് ദൈവം നിനക്ക് മറുപടി തന്നിട്ടുണ്ട്. ബൈബിളിലെ വാക്യമാ, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ടു നീ അഴിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു. സ്നേഹിത, എത്രയോ വട്ടം കണ്ണുനീരിൽ കുതിർന്ന് നീ നിലവിളിച്ച വിഷയത്തിനകത്ത് ദൈവം നിന്നെ രക്ഷിച്ചിട്ടുണ്ട്. 3 കാര്യം, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന്. സങ്കീർത്തനത്തിന്റെ വാക്യമുണ്ട്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടത് അവർ നിന്നെ കൈകളിൽ വഹിക്കും. ദൈവത്തെ സേവിക്കുന്നൊരു ദൈവവൈതൽ അവൻ പോകുന്ന വഴിയിൽ അവൻ തട്ടി തകരുന്നൊരു കല്ലുണ്ടെങ്കിൽ, പണ്ടൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, ഒന്നുകിൽ നീ പോകുന്ന വഴിയിൽ ആ കല്ല് കാണുകയാണ്, അല്ലെങ്കിൽ ആ കല്ലില്ലാത്ത വഴിയെ കൂടെ നിന്നെ വഴിതിരിച്ചു. അതിനർത്ഥം നിനക്ക് വിടുതലുണ്ടെന്ന്. അപ്പൊ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പ്രാണന് നേരെ ശത്രുവിന്റെ ശരയമ്പുകൾ വന്നപ്പോ അത് ഞങ്ങളെ തൊടാതെ കാത്ത ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ണുനീരൊഴുക്കിയപ്പോൾ അത് കണ്ട് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കണ്ണുനീരിന് മറുപടി തന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ കാലുകൾ തകർന്നു പോകേണ്ടിടത്ത്, ഞങ്ങൾ നിലംപരിചാകേണ്ടിടത്ത് ദൈവം ഞങ്ങളെ പരിപാലിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിനക്ക് വിടുതലുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.